തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി രാജാ കേശവദാസൻ. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം ഫാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി റാം മോഹൻ റോയ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ഡി സൺ യാത്സൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര്? ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? ഓപ്ഷൻ ഡി സ്വീഡൻ. മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി കാസി കുന്നുകളുടെ സാന്നിധ്യം. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏത്? ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. 1. ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷമുണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം? ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് ശരിയായവ. 2. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം. ക്രമമായ താപനഷ്ട നിരക്ക്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം. സമുദ്രജല പ്രവാഹം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഓപ്ഷൻ ഡി നൈട്രജൻ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായതേത്? ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. 1. റീസി ജില്ലയിലെ ബാൽക്കൺ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 2. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. 3. ബാരമുള്ള ശ്രീനഗർ ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 4. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? ഓപ്ഷൻ സി എം വിശ്വേശ്വരയ്യ. പ്രതിശീർഷ വരുമാനം എന്നത് ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഓപ്ഷൻ ഡി സർചാർജ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്. 2. ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം. 3. കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം. യോഗക്ഷേമം വഹാമ്യഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ബി LIC. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏവ? ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവയാണ്. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി. 1. ഭരണഘടനയുടെ 27ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 2. ഭരണഘടനയുടെ 18ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. 3. ഭരണഘടനയുടെ 13ാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരം. 4. ഭരണഘടനയുടെ 226ാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ? ഓപ്ഷൻ എ 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ: 1. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും ഇന്ത്യൻ പൗരന്മാരാകും. 2. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. 4. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്.
ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ സി, എ, ബി, സി, ഡി എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. എ. 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. ബി. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി. സി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. ഡി. നിർദ്ദേശിക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ. ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280, ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148, അറ്റോർണി ജനറൽ വകുപ്പ് 76. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏവ? ഓപ്ഷൻ ഡി, മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായത്. ശരിയായവ നോക്കാം. 1. കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത്. 2. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു. 4. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏത്? ഓപ്ഷൻ ബി, 3 മാത്രമാണ് ഉൾപ്പെടാത്തവ. ഉൾപ്പെടുന്നവ: 1. കൂട്ടുത്തരവാദിത്വം. 2. പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങൾ ആണ്. 4. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നത്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ ശരിയായവയാണ്. 1. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേകം കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. 2. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശൂരാണ്. 3. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. 4. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർ അപ്പീൽ പറ്റില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ സി, ഡോക്ടർ സിറിയക് തോമസ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ല. ചെയർമാൻ ആയിട്ടുള്ളവരാണ് ഗംഗാധരക്കുറുപ്പ്, KG അടിയോടി, ചാവാൻകുട്ടി TL. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണ്? ഓപ്ഷൻ സി, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി, 1 മാത്രമാണ് തെറ്റായവ. ശരിയായവ: തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, 4 മാത്രമാണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നവ: ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികൾ ആക്കുക. 2. സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. 3. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണികളും വർദ്ധിപ്പിക്കുക. മസ്തിഷ്കത്തിന്റെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം. ഓപ്ഷൻ സി, പാർക്കിൻസൺസ്. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ. ഓപ്ഷൻ എ, എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ഡി, GLUT4. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? ഓപ്ഷൻ ബി, അഗ്ലൂട്ടിനേഷൻ. ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. 2012 കേരള സർക്കാർ തെരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ, കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ബി, ക്രിസ്ത്യൻ ഹൈജൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഓപ്ഷൻ
എ. ഗുരുത്വാകർഷണ ബലം. KWH കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ സി ഊർജം. ഭൂമിയുടെ ലോയർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര്? ഓപ്ഷൻ ഡി സ്പാഡെക്സ് മിഷൻ. റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ആണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായവ. ശരിയായവ: എ. സ്വർണ്ണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. സി. ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. ഡി. വളരെ കുറച്ച് കണങ്ങൾ 180 വരെ വ്യതിചലിച്ചു. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം ആണ്? ഓപ്ഷൻ എ അൺബൈനിലിയം. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തവയാണ്? ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ്? ഓപ്ഷൻ ഡി ജാൺ ടെല്ലർ മെറ്റൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന 1. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പ്രസ്താവന 2. തിരുവല്ല മേച്ചേരി ഇല്ലത്തു നിന്നും ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി? ഓപ്ഷൻ ഡി ഗായത്രി സ്പിവാക്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന 1. വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. പ്രസ്താവന 2. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവന 1. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ. 2. തന്റെ കരിയറിൽ 200 ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം. ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന 1. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. 2. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്.